എവരിവൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. ഇന്ന് നമ്മൾ നമ്മുടെ ഹിസ്റ്ററി പാഠബുക്കിലെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ പാഠം ബേസ് ചെയ്തിട്ട് അതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അവസാന പാഠഭാഗത്തിലേക്ക് കടക്കാം. സമൂഹശാസ്ത്രത്തിലെ പഠന രീതികൾ. വിദ്യാഭ്യാസപരവും പ്രായോഗികവുമായ ആവശ്യങ്ങൾ മുൻനിർത്തി ഇന്ന് ലോകമെങ്ങും സമൂഹശാസ്ത്ര പഠനങ്ങൾ നടന്നുവരുന്നു. ഇത്തരം പഠനങ്ങൾക്കായി സമൂഹശാസ്ത്രം വ്യത്യസ്തമായ പഠന രീതികൾ ഉപയോഗിക്കാറുണ്ട്. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് തന്നെ സോഷ്യൽ സർവേ. നിങ്ങൾ സെൻസസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത്? 10 വർഷം കൂടുമ്പോഴല്ലേ? സെൻസസിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? അതുവഴി നമുക്ക് രാജ്യത്തിലെ എല്ലാ ജനങ്ങളെയും കുറിച്ചുള്ള ഒരു വിവരം ലഭിക്കുന്നു. രാജ്യത്തെ ജനസംഖ്യ, ആളുകളുടെ സാമ്പത്തിക സ്ഥിതി, അതായത് അവർ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരാണോ അഥവാ താഴെയുള്ളവരാണോ, അവരുടെ ജീവിത നിലവാരം എന്നിവയെക്കുറിച്ചെല്ലാം നമ്മെ സെൻസസ് സഹായിക്കുന്നു. രാജ്യത്തെ മൊത്തം ജനങ്ങളെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കുന്ന ഒരിനം സർവേയാണ് സെൻസസ്. സെൻസസ് എന്നാൽ രാജ്യത്തെ മൊത്തം ജനങ്ങളെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കുന്ന ഒരിനം സർവേയാണ്. സാമൂഹിക വിഷയങ്ങൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പഠന രീതിയാണ് സർവേ. തിരഞ്ഞെടുത്ത ഒരു സംഘം ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പഠന വിഷയത്തെക്കുറിച്ച് സമഗ്രമായ കാഴ്ചപ്പാട് രൂപീകരിക്കാൻ സർവേ സഹായിക്കുന്നു. വലിയ ഒരു വിഭാഗം ജനങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കേണ്ടി വരുന്ന പഠനത്തിലാണ് സർവേ രീതി ഉപയോഗിക്കുന്നത്. സമൂഹശാസ്ത്ര പഠനങ്ങളിൽ പലപ്പോഴും സെൻസസ് പ്രായോഗികമല്ല. കാരണം പഠനവിധേയമാക്കുന്ന മൊത്തം വ്യക്തികളിൽ നിന്ന് വിവരം ശേഖരിക്കാറില്ല. അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന നിശ്ചിത എണ്ണം ആളുകളിൽ നിന്നാണ് വിവരശേഖരണം നടത്തുന്നത്. ഇത്തരം പഠനങ്ങളെ സാമ്പിൾ സർവേ എന്ന് പറയുന്നു. അതായത് കുറച്ച് ആളുകളെ സാമ്പിളായിട്ട് എടുക്കുന്ന സർവേക്കാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. സർവേയിൽ വിവരം ശേഖരിക്കാൻ പല മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയും ടെലിഫോണിലൂടെയും പലതരത്തിലുള്ള സർവേകൾ നടത്തുന്നത് നിങ്ങൾ കാണാറില്ലേ? എന്നാൽ സാമൂഹിക സർവേയിൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധാരണയായി മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യാവലികൾ ഉപയോഗിക്കാറുണ്ട്. വിവരശേഖരണത്തിനായി ഗവേഷകർ ഉപയോഗിക്കുന്ന ചോദ്യങ്ങളുടെ പട്ടികയാണ് ചോദ്യാവലി. ചോദ്യാവലി പ്രതികർത്താക്കൾക്ക് നൽകിക്കൊണ്ടാണ് വിവരശേഖരണം നടത്തുന്നത്. പഠനവിധേയമാക്കുന്ന സംഘത്തെയാണ് പ്രതികർത്താക്കൾ എന്ന് പറയുന്നത്. പ്രതികർത്താക്കൾ പൂരിപ്പിച്ച് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പഠനം നടത്തുന്നത്. ഈ സോഷ്യൽ സർവേയെക്കുറിച്ച് പ്രധാനമായും 4 പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. എന്താണ് സെൻസസ്? രാജ്യത്തെ മൊത്തം ജനങ്ങളെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കുന്ന ഒരിനം സർവേയാണ് സെൻസസ്. അടുത്തത് നമ്മൾ പഠിച്ചത് സാമ്പിൾ സർവേ എന്താണെന്ന്. കുറേ ആളുകളിൽ നിന്ന് കുറച്ച് വ്യക്തികളെ തിരഞ്ഞെടുത്ത്, അതായത് കുറച്ച് വ്യക്തികളെ സാമ്പിളായിട്ട് തിരഞ്ഞെടുത്ത് അവരിൽ നിന്ന് വിവരം ശേഖരിക്കുന്നതിനെയാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പഠിച്ചത് ചോദ്യാവലി. വിവരശേഖരണത്തിനായി ഗവേഷകർ ഉപയോഗിക്കുന്ന ചോദ്യങ്ങളുടെ പട്ടികയാണ് ചോദ്യാവലി. ഇനി അടുത്തത് പ്രതികർത്താക്കൾ ആരാണെന്ന്. പഠന വിധേയമാക്കുന്ന സംഘത്തെയാണ് പ്രതികർത്താക്കൾ എന്ന് പറയുന്നത്. ഈ പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ് ഈ പാസേജിൽ നിന്ന് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി അടുത്തത് അഭിമുഖം എന്താണെന്ന് നോക്കാം. വാർത്താ മാധ്യമങ്ങളിൽ നടത്തപ്പെടുന്ന അഭിമുഖങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? ഇപ്പോൾ ട്രെൻഡാണ് പ്രധാനമായിട്ട് ഇൻ്റർവ്യൂ നടത്തൽ. സമൂഹശാസ്ത്രത്തിൽ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രീതിയാണ് അഭിമുഖം. വാമൊഴിയായി വിവരം ശേഖരിക്കുന്ന ഒരു രീതിയാണിത്. ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള സംഭാഷണമാണ് അഭിമുഖം. വ്യക്തികളുടെ മനോഭാവം, കാഴ്ചപ്പാട്, വിശ്വാസം, ജീവിതചര്യ തുടങ്ങിയ കാര്യങ്ങൾ സൂക്ഷ്മതലങ്ങളിൽ അറിയുന്നതിനും വിശകലനം നടത്തുന്നതിനും ഉപയോഗിക്കുന്ന പഠന രീതിയാണ് അഭിമുഖം. അഭിമുഖം എന്നാൽ വ്യക്തികളുടെ മനോഭാവം, കാഴ്ചപ്പാട്, വിശ്വാസം, ജീവിതചര്യ തുടങ്ങിയ കാര്യങ്ങൾ സൂക്ഷ്മതലങ്ങളിൽ അറിയുന്നതിനും വിശകലനം നടത്തുന്നതിനും ഉപയോഗിക്കുന്ന പഠന രീതിയാണ് അഭിമുഖം. അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1. ആവശ്യമായ വ്യക്തികളെ കണ്ടെത്തൽ. 2. ശേഖരിക്കേണ്ട വിവരങ്ങളെക്കുറിച്ച് ധാരണ രൂപീകരിക്കൽ. 3. ഉചിതമായ ചോദ്യങ്ങൾ ഒരുക്കൽ. 4. ഫലവത്തായ രീതിയിലുള്ള ആശയവിനിമയം. 5. സമയക്രമീകരണം. 6. ലഭിച്ച വിവരങ്ങൾ ക്രമപ്പെടുത്തലും റിപ്പോർട്ട് തയ്യാറാക്കലും. അഭിമുഖങ്ങളും ചോദ്യാവലിയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അവ എന്താണെന്ന് നോക്കാം.
അഭിമുഖങ്ങളുടെ വിവരങ്ങൾ വാമൊഴിയായിട്ടാണ് ശേഖരിക്കുന്നത്. 2. ഗവേഷകൻ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. 3. ശേഖരിക്കേണ്ട വിവരങ്ങളെക്കുറിച്ച് ധാരണ കൃത്യമായിട്ടില്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരവും കൃത്യതയില്ലാത്തതായിരിക്കും. ചോദ്യങ്ങളിൽ കൃത്യതയില്ലെങ്കിൽ അത് ലഭിക്കുന്ന ഉത്തരത്തെ സ്വാധീനിക്കും. ഇനി നമുക്ക് ചോദ്യാവലിയെ നോക്കാം. 1. വിവരങ്ങൾ രേഖപ്പെടുത്തി നൽകുന്നു. 2. പ്രതികർത്താക്കൾ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇനി അടുത്തത് നമുക്ക് നിരീക്ഷണത്തെക്കുറിച്ച് പഠിക്കാം. എല്ലാ ശാസ്ത്ര ഗവേഷണ രീതികളിലും എന്ന പോലെ സമൂഹശാസ്ത്ര പഠനത്തിലെ അടിസ്ഥാനപരമായ രീതിയാണ് നിരീക്ഷണം. നിരീക്ഷണം എന്നാൽ എല്ലാ ശാസ്ത്ര ഗവേഷണ രീതികളിലും എന്നതുപോലെ സമൂഹശാസ്ത്ര പഠനത്തിലെ അടിസ്ഥാനപരമായ രീതിയാണ് നിരീക്ഷണം. അഭിമുഖം പോലുള്ള രീതികൾ പ്രായോഗികമല്ലാത്ത സന്ദർഭങ്ങളിലും മറ്റും നിരീക്ഷണ രീതിക്ക് ഉയർന്ന സാധ്യതയുണ്ട്. കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുത്തുന്ന രീതിയാണ് നിരീക്ഷണം. നേരിട്ട് ശേഖരിക്കുന്ന ഇത്തരം വിവരങ്ങൾ കൃത്യമായ വിലയിരുത്തലിന് സഹായിക്കുന്നു. നിരീക്ഷണം 2 തരത്തിലുണ്ട്. 1. പങ്കാളിത്ത നിരീക്ഷണം. 2. പങ്കാളിത്ത രഹിത നിരീക്ഷണം. നിരീക്ഷകൻ പഠനമേഖലയിൽ നിന്ന് നേരിട്ട് വിവരം ശേഖരിക്കുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം. സമൂഹശാസ്ത്രത്തിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു രീതിയാണിത്. സാമൂഹ്യശാസ്ത്രജ്ഞർ പഠനവിധേയമാക്കുന്ന സംഘത്തിൽ താമസിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം. ഇതിനായി ഗവേഷകൻ അവരുടെ ഭാഷ, സംസ്കാരം എന്നിവ പഠിക്കുകയും അവരുടെ ദൈനംദിന ജീവിതത്തിൽ പങ്കാളിയാവുകയും ചെയ്യും. ഇതുവഴി പ്രകടമല്ലാത്ത പെരുമാറ്റ രീതികൾ വരെ പഠനവിധേയമാക്കാൻ കഴിയുന്നു. പങ്കാളിത്ത നിരീക്ഷണത്തെ ഫീൽഡ് വർക്ക് എന്നും വിളിക്കാറുണ്ട്. ആദിമ സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിനായി നരവംശശാസ്ത്രമാണ് അഥവാ ആന്ത്രോപോളജി ഈ രീതി ഏറെ ഉപയോഗിച്ചിരുന്നത്. പങ്കാളിത്ത രഹിത നിരീക്ഷണത്തിൽ സാമൂഹ്യശാസ്ത്രജ്ഞൻ പഠന സംഘത്തിൽ താമസിച്ച് പഠനം നടത്തുന്നില്ല. പകരം പുറത്തുനിന്ന് നിരീക്ഷണം നടത്തുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് കേസ് സ്റ്റഡി എന്ന് നോക്കാം. അപൂർവവും വേറിട്ടതുമായ സാമൂഹിക പ്രതിഭാസങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാനാണ് കേസ് സ്റ്റഡി പ്രയോജനപ്പെടുത്തുന്നത്. ഇത്തരം പഠനങ്ങൾ സൂക്ഷ്മവും സമഗ്രവുമായിരിക്കും. ഈ പഠനരീതി ഉപയോഗിച്ച് പഠനവിധേയമാക്കുന്ന വിഷയത്തെ കേസ് എന്ന് പറയുന്നു. കേസിനെ കുറിച്ചുള്ള വിശദമായ പഠനമാണ് കേസ് സ്റ്റഡി. സമൂഹശാസ്ത്രം വിവരശേഖരണത്തിന് കേസ് സ്റ്റഡിയും ഉപയോഗിക്കാറുണ്ട്. അനുദിനം സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സമൂഹത്തിലെ വിവിധ വശങ്ങളെക്കുറിച്ച് ആഴത്തിലും പരപ്പിലും പഠിക്കാൻ സമൂഹശാസ്ത്രം ഇപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, അഭിമുഖം, ചോദ്യാവലി തുടങ്ങിയ വിവിധ ഗവേഷണ രീതികൾ ഉപയോഗിക്കുന്നു. സമൂഹത്തിന്റെ ദൈനംദിന പ്രക്രിയകളിൽ പ്രായോഗികക്ഷമതയുള്ള ശാസ്ത്രശാഖയായി സമൂഹശാസ്ത്രം വളർന്നിരിക്കുന്നു. ഗവേഷണ പഠനങ്ങളിൽ പരിശീലനം സിദ്ധിച്ച സമൂഹശാസ്ത്രജ്ഞരെ ഭരണ ആസൂത്രണ മേഖലകളിൽ ആവശ്യമായി വരുന്നു. വാണിജ്യം, നഗരാസൂത്രണം, സാമൂഹിക ക്ഷേമം, പരസ്യം, വാർത്താവിനിമയം, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തുടങ്ങി ഒട്ടേറെ മേഖലകളിലേക്ക് സമൂഹശാസ്ത്രത്തിന് പ്രയോഗ സാധ്യതകളുണ്ട്. ഇനി നമുക്ക് ഈ ഹിസ്റ്ററിയിലെ എല്ലാ പാഠഭാഗങ്ങളിലെയും ക്വസ്റ്റ്യൻ ആൻസറുകളായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.